ഡിയർ ഫ്രണ്ട്സ്, പൂജ അവധിയൊക്കെ കഴിഞ്ഞു. വളരെ നാളുകളായിട്ട് നമ്മൾ കെമിസ്ട്രി പൂജ വച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഈ വിദ്യാരംഭത്തോടുകൂടി നമ്മുടെ കെമിസ്ട്രി ക്ലാസ് പുനരാരംഭിക്കാം. അവിടെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽസും കൂടെ ഞാൻ പൂജ വച്ചിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒരു ക്ലാസ് തുടങ്ങാം. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമല്ലോ, ഇത് മീഥേൻ്റെ സ്ട്രക്ചറാണ്. സെൻട്രൽ കാർബൺ അറ്റാച്ച് ടു 4 ഹൈഡ്രജൻ ആൻഡ് ദിസ് ഈസ് ഈഥെയ്ൻ. കാർബണിന് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി, എത്ര കാർബൺ ആറ്റം വേണമെങ്കിലും സെൽഫായിട്ട് കണക്ട് ചെയ്യും. ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കാർബണും ഹൈഡ്രജനും ചേർന്നിട്ട് അനേകം ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകും. ഇതിനെ നമ്മൾ ഇത് നോക്കൂ, ഇതാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടഡ്, സിംഗിൾ ബോണ്ടഡ്, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഇതെല്ലാം കാർബണിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ഈ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സിനെ നമ്മൾ കാർബൺ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കാറില്ല. കാരണം ഹൈഡ്രൈഡ് എന്ന് വിളിക്കുമ്പോൾ ഹൈഡ്രജൻ അവിടെ നെഗറ്റീവ് ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ അവിടെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സിനെ നമുക്ക് കാർബൺ ഹൈഡ്രൈഡ് എന്ന് വിളിക്കത്തില്ല, നമ്മൾ ഹൈഡ്രോ കാർബൺ എന്നാണ് വിളിക്കുക. എന്നാൽ കാർബൺ ഫാമിലിയിലെ സിലിക്കൺ ഹൈഡ്രേറ്റ്സ് സിലീൻ, ജെർമീനിയത്തിൻ്റെ ഹൈഡ്രേറ്റ്സ് ജെർമീൻ, ടിന്നിൻ്റെത് സ്റ്റാനീൻ ആൻഡ് ലെഡിൻ്റെ പ്ലംബെയിൻ. ഇങ്ങനെയാണ് ഹൈഡ്രേറ്റ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സിലീൻസ്, മീഥേൻ നിങ്ങൾക്കറിയാം, കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു 4 ഹൈഡ്രജൻ. ഇവിടെ സിലിക്കൺ വെൻ അറ്റാച്ച്ഡ് ടു 4 ഹൈഡ്രജൻ യു ഗെറ്റ് ദി സിംപ്ലസ്റ്റ് സിലിക്കൺ ഹൈഡ്രൈഡ്, ദാറ്റ് ഈസ് SiH4. ഇനി 2 സിലിക്കൺ ആണെങ്കിൽ Si2H6 ഡൈസിലീൻ. ഇങ്ങനെ പോകുന്നു സിലിക്കൺ ഹൈഡ്രേറ്റിൻ്റെ കഥ. മണ്ണ്, സാൻഡ്, ക്വാർട്സ് ഇവയിൽ സിലിക്കൺ ഡയോക്സൈഡാണ് അല്ലെങ്കിൽ സിലിക്കയായിട്ടാണ് സിലിക്കൺ കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ, എർത്ത് ക്രസ്റ്റിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 28% എലമെൻറ്റ് സിലിക്കണാണ്. പ്രഷ്യസ് സ്റ്റോൺസായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള റോക്സിലും സിലിക്കേറ്റുകളാണ്. സിലിക്കേറ്റുകളോടൊപ്പം അലുമിനിയം സംയുക്തങ്ങളും ഒക്കെ ഉണ്ടാവും, എങ്കിലും അത് സിലിക്കേറ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. വിവിധതരം റോക്കുകൾ, കളേർഡ് സ്റ്റോൺസ്, ഇതിലെല്ലാം SiO2 പകരം SiO4- സംയുക്തങ്ങളായിട്ടാണ് കാണുന്നത്, അഥവാ സിലിക്കേറ്റുകൾ. കാർബൺ ഹൈഡ്രൈഡും സിലിക്കൺ ഹൈഡ്രൈഡും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് O2-ഉം SiO2-ഉം എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് സിംഗിൾ മോളിക്യൂൾസായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഒരു ഗ്യാസാണ്. എന്നാൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്ന ഒരു ഹാർഡ് സബ്സ്റ്റൻസാണ്. എന്തുകൊണ്ടാണ് SiO2-ന് ഈ ഹാർഡ്നെസ് വരുന്നത്? സിലിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഈ സിലിക്ക ഇങ്ങനെ ഹാർഡാകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അതിൻ്റെ ബോണ്ടിങ്ങിലാണ് അതിൻ്റെ ഡിഫറൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് സിംഗിൾ മോളിക്യൂൾസായിട്ട് നിൽക്കുന്നുണ്ട്. SiO2 എന്ന് പറയുന്നത് സെവറൽ മോളിക്യൂൾസിൻ്റെ അസോസിയേഷനാണ് ത്രൂ ഓക്സിജൻ ലിങ്കേജ്. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ കാണുന്ന പോലെ ഓരോ സിലിക്കൺ ആറ്റവും ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഓക്സിജൻ അവിടെ ഡൈവാലൻറ്റും സിലിക്കൺ ടെട്രാവാലൻറ്റുമായതുകൊണ്ട് ഓരോ സിലിക്കണും 4 വശത്തേക്കും ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഓരോ സിലിക്കണിൻ്റെ ചുറ്റിലും 4 ഓക്സിജനും ഒരു ഓക്സിജനിലേക്ക് 2 സിലിക്കണും, ഈ രീതിയിൽ ഉള്ള ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ഈ സിലിക്കൺ SiO4 എന്ന് പറയുന്ന ഒരു ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻറ്റാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ ഡയമണ്ട് സ്ട്രക്ചർ പോലെ
പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ ഓക്സിജൻ വരുന്നുണ്ട്. ഇത് ഹെട്രോ മോളിക്യൂളാണ്, സിലിക്കണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ വരുന്നതുകൊണ്ട് സിലിക്ക എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസാണ്. ഓക്കെ, ഇനി നമുക്ക് സിലിക്കയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു സിലിക്കൺ ആറ്റം വിചാരിക്കുക. ഈ സിലിക്കൺ ആറ്റം 4 ഓക്സിജനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെട്രാഹെഡ്രൽ, അതായത് നമ്മുടെ മീഥെയിൻ സ്ട്രക്ചർ പോലെയാണ്. സിലിക്കൺ കണക്റ്റഡ് ടു 4 ഓക്സിജൻ ആറ്റം. ഇവിടെ ഈ യെല്ലോ ബോൾസാണ് ഓക്സിജനായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഓക്സിജൻ ഡൈവലൻ്റ് ആയതുകൊണ്ട് ഈ ഓരോ ഓക്സിജനും 2 സിലിക്കണുമായിട്ട്, അപ്പോൾ ഈ സിലിക്കണിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓക്സിജൻ മറ്റൊരു സിലിക്കണുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇനി ഈ സിലിക്കൺ വീണ്ടും ഇവിടെ 4 ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് അങ്ങനെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് വരുന്നത്. ഇവിടെ 2 ഓക്സിജൻ മാത്രമേ നമ്മൾ സിലിക്കണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ വരുന്നത് കൊണ്ടാണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഹാർഡായിട്ട് മാറുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് സിലിക്കയും സിലിക്കേറ്റ്സും എങ്ങനെ വ്യത്യാസപ്പെടുന്നു. SiO2 അത് സിലിക്കൺ ഡൈ ഓക്സൈഡ്, അത് സിലിക്ക. എന്നാൽ സിലിക്കേറ്റ് എങ്ങനെയാണ് SiO2 സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് അത് നോക്കാം. ഇനി ഇവിടെ നമ്മൾ ഒരു SiO4 യൂണിറ്റാണ് നോക്കുന്നത്. ഒരു സിലിക്കൺ 4 ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ ഓരോ ഓക്സിജനും ഇവിടെ ഓരോ ഫ്രീ വാലൻസി ഉണ്ട്. ഓരോ ഓക്സിജനും ഓക്സിജൻ്റെ വാലൻസി 2 ആയതുകൊണ്ട് ഒരു വാലൻസി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം സിലിക്കണിൻ്റെ ശരിക്കുള്ള വാലൻസി എന്ന് പറയുന്നത് 4+ ആണ്. അപ്പോൾ ഈ 4+ൽ 4 ഓക്സിജൻ വന്ന് ഈ ഓരോ ഓക്സിജനും ഈ സിലിക്കണിൻ്റെ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുമ്പം ഈ ഓരോ ഓക്സിജനും ഇനി ഒരു വാലൻസി ഫ്രീ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് SiO4 4- യൂണിറ്റ്സ് ആണ്. SiO4 4- യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് സിലിക്കയിലാകുമ്പം ഈ ഓക്സിജൻ വീണ്ടും അടുത്ത സിലിക്കൺ ഇങ്ങനെ പോയിട്ട് ഇതങ്ങ് ന്യൂട്രലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് SiO2 ആയിട്ട് മാറും. അപ്പോൾ അതൊരു ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. SiO2 എന്ന് പറയുന്നത് ന്യൂട്രലായിട്ടുള്ള മോളിക്യൂളായിട്ട് മോളിക്കുലർ ഫോമിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്കറിയാം, ഒരു 3 ഡയമെൻഷണൽ ലാറ്റിസ് ആണ്. അവിടെ സോഡിയം ക്ലോറൈഡുമായിട്ടും ക്ലോറൈഡ് സോഡിയവുമായിട്ടും 3 ഡയമെൻഷനലി ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസിലായിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ ഫോമിലായിട്ട് നമ്മൾ എഴുതുന്നത് NaCl എന്നാണ്. എന്നതുപോലെ ഇവിടെ SiO2 എസ്സയും ഓക്സിജനും great number of silicon atoms and oxygen atoms are bonded 3 dimensionally to form a compact rigid structure. അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് SiO2 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ന്യൂട്രലുമാണ്. എന്നാൽ ഇനി സിലിക്കേറ്റ്സിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇങ്ങനെയുള്ള SiO4 ടെട്രാഹെഡ്ര അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു Si4+ അയോൺ മാറിയിട്ട് അതിന് പകരം ഒരു Al3+ അയോണാണ് അവിടെ വരുന്നതെന്ന് വയ്ക്കുക. ഈ Al3+ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഓക്സിജന് ഇവിടെ അധികമാകും. കാരണം അലൂമിനിയത്തിന് വാലൻസി 3 ആണ്. അപ്പോൾ 3 ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഓക്സിജൻ അവിടെ അധികമാകും. അപ്പോൾ ഈ ഒരു ഓക്സിജനിൻ്റെ ആ ഒരു നെഗറ്റീവ് ചാർജ് അവിടെ എക്സസ് ആകുകയും ആ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അവിടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം പോലുള്ള ഏതെങ്കിലും ഒരു മെറ്റലും കൂടെ അതിനകത്ത് വരും. അപ്പോൾ Al3+ൻ്റെയും സോഡിയത്തിൻ്റെയും കൂടെ ആഡഡ് ചാർജാണ് 4 ഓക്സിജൻ്റെ ചാർജ് അവിടെ ബാലൻസ് ചെയ്യുന്നത്. ഓക്സിജന് അവിടെ നെറ്റ് ചാർജ് നിന്ന് 4 നെഗറ്റീവ് SiO4 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സിലിക്കേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റേതെങ്കിലും മെറ്റൽ ആറ്റം ഇൻ്റർഫിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സിലിക്ക. അപ്പോൾ സിലിക്കയുടെ സ്ട്രക്ചറിൽ ഒരു ഡീവിയേഷൻ വരികയും അവിടെ ചാർജ്ഡ് അയോൺസ് വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവിടെ അലുമിനിയം വരുവാണെങ്കിൽ അത് അലുമിനോ സിലിക്കേറ്റ്സ് ആയിട്ട് മാറും. പിന്നെ സോഡിയം സിലിക്കേറ്റ് ആകാം, കാൽഷ്യം സിലിക്കേറ്റ് ആകാം. ഇങ്ങനെയാണ് സിലിക്കേറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. നമ്മൾ കണ്ടു റോക്സിൽ, ഇപ്പോൾ കളേർഡ് സ്റ്റോൺസിൽ
അവിടെയൊക്കെ പിന്നെ ഡിഫറെൻറ്റ് കളേർഡ് സ്റ്റോൺസ് വരുമ്പോഴത്തേക്കും അതിന് ഓരോ കളറും ഒരു പെക്യൂലിയർ അയോൺ ആയിരിക്കും തരുന്നത്. ഇപ്പോൾ കൊബാൾട്ട്, കോപ്പർ, നിക്കൽ, മാംഗനീസ്, അലുമിനിയം പോലുള്ള പല ഹെട്രോ ആറ്റംസ് സിലിക്കൺ അല്ലെങ്കിൽ സിലിക്ക സ്ട്രക്ചറിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ വന്നു കഴിയുമ്പോൾ അത് വെതറിങ് കൊണ്ടൊക്കെയാണ് അതങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും അങ്ങനെ വന്നിരിക്കുന്ന നാച്ചുറലി ഫോംഡ് സ്റ്റോൺസിൽ നമുക്ക് ഈ സിലിക്കണിൻ്റെ സ്ഥാനത്ത് മറ്റ് ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള അയോൺസ് വരുമ്പോഴാണ്, മെറ്റൽ അയോൺസ് വരുമ്പോഴാണ് അത് കളേർഡ് സ്റ്റോൺസ് ആയിട്ട് മാറുന്നത്. അത് നാച്ചുറലി ഒക്കറിങ് ആകുമ്പം അത് പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറയും. റൂബി, എമറാൾഡ്, സഫയർ പോലുള്ള പ്രഷ്യസ് സ്റ്റോൺസ്. പിന്നെ നമ്മൾ അത് ഈ സിലിക്കണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ സിന്തറ്റിക്കലി ഡിഫറെൻറ്റ് മെറ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ബേസിക്കലി സിലിക്കേറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടു സിലിക്കൺ ഹൈഡ്രൈഡ്സ് ആർ കോൾഡ് സിലീൻസ്. അതുപോലെ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് ഈസ് സിലിക്ക ആൻഡ് അതർ കോമ്പൗണ്ട്സ് ഓർ അതർ ഡെറിവേറ്റീവ്സ് ഓഫ് സിലിക്ക, SiO2-ൻ്റെ മറ്റ് മെറ്റൽ ഡെറിവേറ്റീവ്സാണ് സിലിക്കേറ്റ്സ് അഥവാ റോക്സ് അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺസ്. പ്രഷ്യസ് സ്റ്റോൺസും അതിൻ്റെ കളേഴ്സും നമുക്ക് മറ്റൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.